നമസ്കാരം. വീണയൻ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Spinner Pipes, manufacturers of HDPE and PVC pipes. Think irrigation, think spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. അടുക്കളയ്ക്ക് സൗമ്യ സുഗന്ധവും വിഭവങ്ങൾക്ക് രുചിയും. കേരളത്തിന്റെ സഹകരണ ശുദ്ധി ഗ്രീൻ മൈത്രി വെളിച്ചെണ്ണ, ഒരു പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഉൽപ്പന്നം. തമിഴ്നാട് ബോർവെൽസ്, തൃശൂർ 7560850000. തൃശൂർ പൂരത്തിനിടെ ആനകൾ വിരണ്ടോടിയ സംഭവത്തിൽ ഗുരുതര ആരോപണങ്ങളുമായി പാറമേക്കാവ് ദേവസ്വം. എഴുന്നള്ളിപ്പിനിടെ ആനകളുടെ കണ്ണിലേക്ക് ലേസർ അടിച്ചു. ഇതിനെ തുടർന്നാണ് ആനകൾ വിരണ്ടോടിയത്. ലേസർ അടിച്ചതിൽ ചില സംഘടനകൾക്ക് പങ്ക. ആന എഴുന്നള്ളിപ്പിന് എതിര് നിൽക്കുന്ന സംഘടനകൾ ബോധപൂർവം പ്രശ്നമുണ്ടാക്കിയെന്നും കുറ്റപ്പെടുത്തൽ. ലേസർ ഉപയോഗിച്ചവരെ പിടികൂടണം. ദൃശ്യങ്ങൾ നവമാധ്യമങ്ങളിലുണ്ടെന്നും വെളിപ്പെടുത്തൽ. പോലീസിന് തെളിവുകൾ സഹിതം പരാതി നൽകും. പൂരപ്പറമ്പുകളിൽ ലേസറുകൾ നിരോധിക്കണമെന്നും ആവശ്യം. വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് LP സ്കൂളിൽ കെട്ടിട നിർമ്മാണത്തിൽ ഗുരുതര അനാസ്ഥ. 2 നില കെട്ടിടം നിർമ്മാണം ആരംഭിച്ചിട്ട് വർഷം 3. ഇപ്പോഴും എവിടെയും എത്താതെ പ്രവർത്തനങ്ങൾ. ഇനിയും അവശേഷിക്കുന്നു ടൈൽസ് വർക്കും ശുചിമുറി ബ്ലോക്ക് നിർമ്മാണവും. കെട്ടിടത്തിൽ വൈദ്യുതിയും എത്തിയിട്ടില്ല. ഇത്തവണയും പ്രവേശനോത്സവം ഒട്ടും ചാരുതയില്ലാത്ത ദിനം. ഈ വർഷത്തെ ONV പുരസ്കാരം പ്രഭാവർമ്മയ്ക്ക്. സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവന പരിഗണിച്ചാണ് അവാർഡ്. 3 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തിപത്രവുമാണ് പുരസ്കാരം. കവിയും ചലച്ചിത്ര ഗാന രചയിതാവും മാധ്യമ പ്രവർത്തകനുമാണ് പ്രഭാവർമ്മ. നിരവധി പുരസ്കാരങ്ങളുടെ പട്ടികയിലേക്കാണ് ONV പുരസ്കാരവും എത്തുന്നത്. സംസ്ഥാനത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഇനി പുതിയ മുഖം. KPCC പ്രസിഡന്റായി അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ചുമതലയേറ്റു. PC വിഷ്ണുനാഥ്, AP അനിൽകുമാർ, ഷാഫി പറമ്പിൽ വർക്കിംഗ് പ്രസിഡന്റുമാർ. UDF കൺവീനറായി അടൂർ പ്രകാശ് MPയും ചുമതലയേറ്റു. ചുമതലയൊഴിയൽ ചടങ്ങിൽ വികാരാധീനനായി K സുധാകരൻ. ചേലക്കരയിൽ രമ്യ ഹരിദാസ് പരാജയപ്പെട്ടത് വലിയ വേദന. ഇടതുകോട്ടയിൽ ഭൂരിപക്ഷം കുറയ്ക്കാനായത് വലിയ നേട്ടം. രമ്യ പരാജയപ്പെട്ടത് നിർഭാഗ്യം കൊണ്ട. വിജയങ്ങളെല്ലാം കൂട്ടായ പരിശ്രമത്തിന്റെ ഭാഗമെന്നും സുധാകരൻ. തിമിര ശസ്ത്രക്രിയക്കിടെ മൈക്രോസ്കോപ്പി മെഷീൻ തകരാറിലായതിനെ തുടർന്ന് ശസ്ത്രക്രിയകൾ തടസ്സപ്പെട്ടു. വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിലാണ് സംഭവം. തിങ്കളാഴ്ച നിശ്ചയിച്ചിരുന്നത് 6 ശസ്ത്രക്രിയകൾ. 3ാമത്തെ ശസ്ത്രക്രിയ പുരോഗമിക്കുന്നതിനിടെയാണ് മെഷീൻ പണിമുടക്കിയത്. മെഷീനിലെ ലൈറ്റുകൾ പണിമുടക്കിയതിനെ തുടർന്ന് ശസ്ത്രക്രിയകൾ മാറ്റിവെച്ചു. നാളികേര കൃഷി വികസനത്തിന് കർമ്മപദ്ധതിയുമായി വടക്കാഞ്ചേരി നഗരസഭ. 5 സെന്റ് ഭൂമിയുള്ള കർഷകന് തെങ്ങിൻ തൈകൾ വിതരണം ചെയ്യും. പച്ചക്കറി കൃഷി പ്രോത്സാഹനത്തിന് ഞങ്ങളും കൃഷിയിലേക്ക് എന്ന പേരിൽ കൃഷി വികസന യജ്ഞം. 15 തെങ്ങിന് മുകളിലുള്ളവർക്ക് പ്രത്യേക ആനുകൂല്യം ലഭ്യമാക്കും. കേര കർഷകർക്ക് ലോകബാങ്ക് അനുവദിച്ച 139 കോടി രൂപയുടെ ധനസഹായം വകമാറ്റി ചിലവഴിച്ച സംസ്ഥാന സർക്കാർ നടപടിയിൽ പ്രതിഷേധം. നെൽകർഷകരുടെ ദുരിതം പരിഹരിക്കണമെന്ന ആവശ്യം. കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കൃഷി ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തി. വൈദ്യുതി ബോർഡിൽ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമായി സമഗ്ര ഇൻഷുറൻസ് പദ്ധതി ആരംഭിക്കണമെന്ന KSEB പെൻഷനേഴ്സ് അസോസിയേഷൻ. വൈദ്യുതിയുടെ ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കണം. ശമ്പത്ത കുടിശ്ശിക അനുവദിക്കണമെന്നും ആവശ്യം. വടക്കാഞ്ചേരി ഡിവിഷൻ പ്രഥമ സമ്മേളനം നടന്നു. സംഘടനയ്ക്ക് K കരുണാകരൻ സ്മാരക ഷോപ്പിംഗ് കോംപ്ലക്സിൽ ഓഫീസ് തുറന്നു. സംസ്ഥാനത്ത് കാലവർഷം ചൊവ്വാഴ്ച എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ബംഗാൾ ഉൾക്കടലിലും അറബിക്കടലിലും വേനൽ മഴയിൽ നിന്ന് കാലവർഷത്തിലേക്കുള്ള മാറ്റത്തിന്റെ സൂചനകൾ കാറ്റിന്റെ ദിശയിൽ കണ്ടു തുടങ്ങിയതായും കാലാവസ്ഥാ വകുപ്പ്. കാലവർഷം അതിശക്തമാകുമെന്നും സൂചന. പുതുർത്തി ഗവൺമെന്റ് UP സ്കൂൾ പുതിയ അധ്യയന വർഷത്തിൽ വർണ്ണക്കൂടാരം ഹൈടെക് ആകാൻ തയ്യാറാക്കിയത് 10 ലക്ഷം രൂപയുടെ പദ്ധതി. പ്രീ സ്കൂൾ വിദ്യാഭ്യാസം ശാസ്ത്രീയവും മികവുറ്റതുമാക്കാൻ സ്റ്റാർസ് പ്രീ പ്രൈമറി. K രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്തു. പാലിയക്കല ടോൾ പ്ലാസയിൽ ജീവനക്കാരന് ലോറി ഡ്രൈവറുടെ മർദ്ദനം. ടോൾ ബൂത്തിലെ കളക്ഷൻ ജീവനക്കാരൻ ഉത്തർപ്രദേശ് ഫൈസാബാദ് സ്വദേശി പപ്പുകുമാരനാണ് മർദ്ദനമേറ്റത്. ചേർപ്പ് സ്വദേശിയെ പുതുക്കാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. മാള അന്നമനടയിൽ തേങ്ങയിടുന്നതിനിടെ വൈദ്യുതി കമ്പിയിൽ തോട്ടി തട്ടി വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചു. ആചാരത്ത് വീട്ടിൽ 20-കാരൻ മയൂഖ് ചന്ദ്രനാണ് മരണമടഞ്ഞത്.